ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു പരീക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ നൈറ്റ് തുണിയിലാണ് എൻ്റെ പരീക്ഷണം നടത്താൻ പോകുന്നത്. ഇത് ചേട്ടായിയുടെ അമ്മയൊക്കെ ഓണത്തിന് വന്നപ്പോഴത്തേനും കൊണ്ടുവന്നതാണ് കേട്ടോ ഈ നൈറ്റി പീസ്. അപ്പോൾ അമ്മേനോട് പറഞ്ഞു മോന് ഇഷ്ടമുള്ള എന്തെങ്കിലും അതിനകത്ത് തയ്ച്ചെടുത്തോളാൻ പറഞ്ഞു. നൈറ്റ് തന്നെ തയ്ക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനോട് തന്നെ ഇപ്പോൾ ഒരു ട്രെൻഡല്ലേ ഈ നൈറ്റി തുണി കൊണ്ട് ഫ്രോക്ക് തയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ അളവിന് വെച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെ ഒരു നൈറ്റി പീസ് എടുത്ത് ഞാൻ ഒരു ഫ്രോക്കായിട്ട് അടുപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തുന്ന അത് തന്നെ നമുക്ക് അളവായിട്ട് വെക്കാമെന്ന് ഓർത്ത് അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു ഫ്രോക്ക് മോഡൽ ചെയ്തെടുക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്താണ്. ഞാൻ ഇതിനു മുമ്പ് മോക്ക് 2-3 പ്രാവശ്യം ഫ്രോക്കും അതുപോലെ തന്നെ പാവാടയും ബ്ലൗസും ഒക്കെ തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ കാര്യമായ തയ്യലൊന്നും പഠിച്ചിട്ടുള്ള കൂട്ടത്തിലല്ല കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയി. പിന്നെ ഞാൻ വന്ന് കറി വെക്കാൻ വേണ്ടി ഇച്ചിരി വൻപയറൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് തുണി സാധനങ്ങളൊക്കെ പെറുക്കി വെളിയിൽ ഇറങ്ങി കേട്ടോ. എന്നിട്ട് ഇനി വെളിയിലിരുന്നാണ് ബാക്കി വെട്ടും കലാപരിപാടികളൊക്കെ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് അമ്മച്ചി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും എളുപ്പം സാധിക്കുമല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ ഒന്ന് നോക്കി ഒന്നും കൂടെ അതിൻ്റെ അളവെടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഒന്ന് തപ്പിയെടുത്തിട്ടൊക്കെയാണ് കേട്ടോ വീണ്ടും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടൊക്കെയാണ് ഞാൻ വീണ്ടും കട്ട് ചെയ്യാനൊക്കെ മാറിയത്. അപ്പോൾ ഞാൻ വെളിയിലിരുന്ന് അതെല്ലാം എൻ്റെ ആവശ്യത്തിന് എൻ്റെ അളവിനനുസരിച്ചൊക്കെ കട്ട് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. നമുക്ക് അളവിനൊരു ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ എളുപ്പമുണ്ട് നമുക്കൊരു സാധനം തയ്ക്കാൻ എടുക്കാനൊക്കെ. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പം ചെറിയ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് പിന്നെ നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ഇങ്ങനെയൊക്കെ തയ്ച്ചല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ നൈറ്റിയുടെ അടിഭാഗത്ത്, നൈറ്റി അല്ല ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് ഫ്രില്ല് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യത്തിൽ ഈ തുണി നമുക്ക് തികയത്തില്ലായിരുന്നു, കുറച്ചും കൂടെ വേണമായിരുന്നു. പിന്നെ ഞാൻ ഒപ്പിച്ചൊരു പരുവത്തിനാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ നേരം എൻ്റെ 2 കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ താഴെ വീട് പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഞാൻ അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നാൽ കറി വെച്ചിട്ടാകാം ബാക്കി പരിപാടി എന്ന് ഓർത്ത്. അപ്പോൾ ആദ്യമേ മോരങ്ങ് കാച്ചാന്ന് ഓർത്ത്. അപ്പോൾ അതിനുള്ള അരപ്പും കടുകൊക്കെ പൊട്ടിയ ശേഷം അരപ്പൊഴിച്ച് മോരങ്ങ് കാച്ചി വെക്കാമെങ്കിൽ പയറും ഒന്നേരത്തേന് ഞാൻ വേഗം വെച്ചു കേട്ടോ. അപ്പോൾ അത് രണ്ടും ആകുന്ന സമയത്ത് കുറച്ചൊക്കെ തയ്ക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ മോര് കാച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടൊരു മോര് കാച്ചലായിരുന്നു കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളെ അങ്ങനെ ഇന്നത് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് ചെയ്യാറുള്ളതാണ്. എന്താ പറയുന്നത്, നമ്മൾ തേങ്ങ അരച്ചിട്ട് അതിനകത്തേക്ക് മോരും കൂടെ ഒന്ന് കലക്കി ഒഴിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ വൻപയർ വേകുന്നുണ്ട്, നമ്മുടെ ചോറും അടുപ്പത്ത് കിടന്നെല്ലാം റെഡിയായി വരുന്നുണ്ട്. പാത്രമൊന്നും കഴുകാനൊന്നും ഇല്ല കേട്ടോ, എല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോര് കാച്ചാൻ എടുത്ത സമയത്ത് കല്ലൂസ് എൻ്റെ നിന്ന് ഒരു ഇച്ചിരി മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് ടി വിയും കണ്ട് ഇങ്ങനെ ഊറി ഇരിക്കുവാണ് ആശാട്ടി. ഞാൻ വീഡിയോ എടുത്തൊന്നും പുള്ളിക്കാരി കണ്ടില്ല കേട്ടോ. പിന്നെ വീഡിയോ ഇടുന്ന സമയത്തേ അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ഇങ്ങനെ ഊറിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും തയ്ക്കാൻ മാറി. കറണ്ട് വന്നും പോയി നിന്ന കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകും, പിന്നെയും തിരിച്ചു വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ തയ്ച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരു മേളുവശം കംപ്ലീറ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും കറണ്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നു കേട്ടോ. അന്നേരത്തേനും ഞാനോട് തന്നെ ഇനി പയർ വെന്തിട്ടുണ്ട്, അപ്പോൾ അത് ഒന്ന് കറിയാക്കിയിട്ട് വന്നിരിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ എരിശ്ശേരി വെക്കാമെന്ന് ഓർത്താണ് ആദ്യമേ പയർ ഞാൻ വെള്ളത്തിൽ ഇട്ടത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കേട്ടോ മത്തങ്ങ ഇല്ലെന്ന് കണ്ടത്. അപ്പോൾ ഞാനോട് തന്നെ മത്തങ്ങ ഇല്ലാതെ എരിശ്ശേരി പോലെ നമുക്കൊന്ന് അരച്ച് കൂട്ടി കറി വെക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് താളിച്ചെടുത്തിട്ട് ഒരു ഇച്ചിരി മസാലയൊക്കെ ഇട്ടിട്ട് ഒരരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയ്ക്ക്. അതുകൊണ്ട് നമുക്ക് തോരനെന്നും പറയാനൊക്കത്തില്ല, എന്നാൽ എരിശ്ശേരിയെന്നും പറയാനൊക്കത്തില്ല. ഇത് നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു പുത്തൻ കറി, പേരൊന്നുമില്ല കേട്ടോ, ഒരു വൻപയർ കറി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തോരനുമല്ല എരിശ്ശേരിയുമല്ല, ആ ഒരു പരുവത്തിനാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ സംഗതി അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനൊരു ഇച്ചിരി കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കറിക്ക്. അപ്പോൾ ഞാൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും തയ്ക്കാൻ മാറിയിട്ടുണ്ട്. കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും കറണ്ട് ഇങ്ങനെ ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ, വന്നും പോയി തന്നെ നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ വിളിച്ചപ്പോഴത്തേനും ഇപ്പം ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഫ്രോക്ക് ഏകദേശം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ലേസ് വർക്കൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലേസ് മേടിക്കണമെന്ന് ഓർക്കും, പക്ഷേ മുണ്ടക്കയം പോകുന്ന സമയത്ത് അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് അതൊന്നും ഇപ്പം ചെയ്തിട്ടില്ല. പക്ഷേ തയ്ച്ച് ഒന്ന് ഫിനിഷ് ആക്കി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒന്ന് ഇട്ട് കാണാൻ ഭയങ്കര ആഗ്രഹം. കുറേ നേരം നമ്മളിതിൻ്റെ പുറകിന് മെനക്കെട്ടിരുന്നതല്ലേ, അപ്പം പണി തീർന്നില്ലെങ്കിലും അതൊന്ന് ഇട്ട് കാണുമ്പം ഒരാഗ്രഹം. അപ്പോൾ കഴുത്തിനും കൈക്കും ഒക്കെ, കയ്യിൽ ചിലപ്പോഴേ വെക്കത്തുള്ളൂ, അപ്പോൾ കഴുത്തേലൊക്കെ വെക്കാനായിട്ട് കുറച്ചൊരു ലേസ് പോലെ സാധനം മേടിക്കണം എന്നൊക്കെ ഓർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കണക്കിനായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ തയ്യലും കലാപരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചോറുണ്ണാൻ മാറി കേട്ടോ 3 പേരും. ഇന്ന് തയ്ക്കാനും എടുക്കാനും ഒക്കെ മാറിയത് കാരണം മക്കളുടെ കൂടെ ഒത്തിരി നേരം ഇരിക്കാനൊന്നും പറ്റിയില്ല. അപ്പം ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ്. ഇന്ന് എനിക്ക് കുടുംബശ്രീ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരോട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഞാൻ കുടുംബശ്രീക്ക് പോയി. അപ്പം ഈ ഊണ് വരെയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ. അപ്പം നമ്മുടെ പയറ് മെഴുക്കുവരട്ടി തോരനോ എരിശ്ശേരിയോ നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. അപ്പോൾ ആ പയറ് കറിയും മോര് കാച്ചിയതും പപ്പടമൊക്കെ ആയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ നല്ല ലാവിഷായിട്ടിരുന്ന് ഊണൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നു. അവരുടെ കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറച്ച് നേരം കിടന്നിട്ട് ഞാൻ പിന്നെ എഴുന്നേറ്റ് പെട്ടെന്ന് കുടുംബശ്രീക്കൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.